ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂരുന്നേവാ പുന്നാരം പുന്നാരം കൂറുമ്പുറങ്ങുമി കൂരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം. ഞങ്ങള് നാട്ടുകാര് കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു കുട്ടികളുണ്ടാവില്ല, ആ കുട്ടിയുടെ ജീവിതം പോയി എന്നൊക്കെ പലരും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. സോലിയെ, എങ്ങനെയുണ്ട് ഈ നിമിഷങ്ങളൊക്കെ? അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കണം. ഇതുപോലൊരു പൊന്നുമോളെ അള്ളക്ക് തന്നു. അള്ളാഹിനെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതിന് ഇങ്ങനെ നിമിഷം അള്ളക്ക് ആ നിമിഷം തന്നു. അൽഹംദുലില്ലാ, ഒരുപാട് നന്ദി. നമസ്കാരം, ഞാൻ ഫൈസൽ കോട്ടക്കൽ. ഇത് സോലിഹ് വളാഞ്ചേരി. ശാരീരിക പരിമിതികളാൽ ഒരുപാട് വേദനകൾ സഹിച്ച ഒരു സുഹൃത്ത്. തൻ്റെ എല്ലാമായ പൊന്നുമ്മയുടെ മരണത്തോടെ ആകെ തകർന്ന സോലിഹിനെ തൻ്റെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ ഉണർത്തിയത് തൻ്റെ ഭാര്യ ജസീലയുടെ വരവോടെയാണ്. സോലിഹിനെ ആരും വിവാഹം കഴിക്കില്ലെന്നും ഇനി അഥവാ സോലിഹിൻ്റെ വിവാഹം കഴിഞ്ഞാൽ തനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്നും ഒരുപാട് പേർ തളർത്തി സംസാരത്തിലൂടെ. എന്നാൽ ഇന്ന് സോലിഹിന് ദൈവം ഒരു കുഞ്ഞിനെ നൽകിയിരിക്കുകയാണ്. സോലിഹിൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. ഈ ഒരു ജീവിതം, യഥാർത്ഥ ജീവിതം നമുക്ക് പഠിക്കാനുണ്ട്. ഫൈസൽ വ്ളോഗറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാണ് നമ്മുടെ സോലിഹ് വളാഞ്ചേരി ജെസി. കുട്ടിയുടെ പേരെന്താ പറഞ്ഞത്? സൊഫിയ. അപ്പം നേരത്തെ ഇവർ രണ്ടുപേരുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തു, ഒരുപാട് പ്രേക്ഷകർ കണ്ടു. താങ്ക് യു. പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഈ സോലിഹ് വളാഞ്ചേരി അറിയാത്തവർക്ക് ജസ്റ്റ് ചെറിയൊരിത്, സോലിഹ് ഒരുപാട് പ്രതിസന്ധി നേരിട്ട ഒരാളാണ്. പിന്നെ ഉമ്മയാണ് സോലിഹിനെ ഒരുപാട് ഇങ്ങനെയൊക്കെ വളർത്തി. ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു. ഉമ്മക്കും വേണ്ടി സ്വർഗത്തിന്റെ ഉന്നത ഭവനങ്ങൾ നൽകാനും വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. സോലിയെ, എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു? ഇപ്പൊ ഈ കല്യാണം നടക്കുന്നതിൽ വരെ പ്രയാസം ഉണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ പ്രേക്ഷകർക്ക് അറിയാത്തവർക്ക്. എന്റെ ഉപ്പ ഗൾഫിലായിരുന്നു, എന്റെ ഉമ്മ ആയിരുന്നു വീട്ടില്. ഉപ്പ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾ 2 മക്കളായിരുന്നു ഞങ്ങൾ സുഖമില്ലാത്തത്. എൻ്റെ ഒരു താത്തയും ഞാനുമായിരുന്നു ഇങ്ങനെ നടക്കാനും ഇരിക്കാനൊന്നും വയ്യാതെ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഉപ്പ ഗൾഫിൽ കഷ്ടപ്പെടുമ്പോഴും പക്ഷേ ഞങ്ങളെ ഉപ്പാക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം കാരണം ഉപ്പാക്കും ജീവിതത്തിൽ സന്തോഷം കിട്ടിയിട്ടില്ല. ഉമ്മയും ഇവിടെ ഞങ്ങളെ നോക്കി കഷ്ടപ്പാടുകളും ജീവിതമൊക്കെ ആയി മുന്നോട്ട് പോയി. കുറേ സങ്കടങ്ങളും കരച്ചിലും ഞങ്ങളെ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾ എല്ല് പൊട്ടും.